ഹായ് ഫ്രണ്ട്സ്, ഈസി ആൻഡ് ടേസ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി പൊറോട്ട തയ്യാറാക്കിയാലോ നമുക്ക്. ഇതിനായി 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. മൈദയുടെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ല സ്വാദാണ് പാൽപ്പൊടി ചേർത്തിട്ട്. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലപോലെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. കുറച്ച് നേരം എന്നിട്ട് ഓയിൽ പുരട്ടി ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇതൊന്ന് ചപ്പാത്തിക്കോലുകൊണ്ട് പരത്തിയെടുക്കാം. 2 വശവും തിരിച്ചും മറിച്ചും നമ്മൾ പരത്തേണ്ടതുണ്ട്. പരത്തുമ്പോൾ എണ്ണ കുറവാണെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ സാരിയുടെ ഞൊറിയൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ ചെറു ഞൊറികളാക്കി എടുത്ത് നമുക്ക് മടക്കിയെടുക്കണം. ഇങ്ങനെ ചെറു ലെയേഴ്സാക്കി വരാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ലെയേഴ്സ് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടേണ്ടതുണ്ട്. അങ്ങനെ ഓയിൽ പുരട്ടി കഴിയുമ്പോൾ കണ്ടോ, ആ ലെയേഴ്സിൻ്റെ ഉള്ളിലേക്ക് അത് പുരട്ടി കഴിയുമ്പോൾ ഇങ്ങനെ നീണ്ട് വരുന്നത് കാണാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെറു റോളുകളാക്കി അത് ഇങ്ങനെ തിരിച്ച് ചെറിയൊരു റോളുകളാക്കി എടുക്കണം. അതിനുശേഷം അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ മാവ് ഇരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് പതുക്കെ കൈകൊണ്ടും ഇങ്ങനെ പരത്തിയ ശേഷം ചപ്പാത്തിക്കോലുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി എടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ലെയേഴ്സ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും. വശവും നല്ലപോലെ ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ചുടുമ്പോൾ തന്നെ കാണാം ലെയർ വരുന്നത്. എന്നിട്ടൊരു കൈ കൊണ്ട് തന്നെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. 2 വശം ഒന്ന് ചേർത്ത് കുടഞ്ഞു കൊടുക്കാം. ഞാൻ ചൂടായ കാരണം ഒരു പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ലെയേഴ്സൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയായിട്ട് ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മുടെ സോഫ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.